ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. മനുഷ്യർ ഉണ്ടായ കാലം മുതൽ ലോകത്തിൻ്റെ ഏത് കോണിലും എല്ലാ കാലത്തും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും പൊതുവിൽ ഉള്ള ഒരു ചിന്തയാണ് ചെയ്യുന്ന ഏത് കാര്യത്തിനും അതേ നിലയിലുള്ള പ്രതിഫലമുണ്ടാകുമെന്നത്. വിതയ്ക്കുന്നത് കൊയ്യുമെന്ന ആശയത്തിലെ പഴഞ്ചൊല്ല് മിക്കവാറും എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും ഉള്ളത് ഇതിനെ അടിവരയിടുന്നു. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ടെന്ന് ശാസ്ത്രവും പഠിപ്പിക്കുന്നു. എന്നാൽ കർമ്മഫലം എന്നൊന്നില്ല എന്ന് ചിന്തിക്കുന്ന കുറേയേറെ പേർ ലോകത്തുണ്ട്. വളരെ നല്ലവരായി ജീവിച്ചിട്ടും ഉപദ്രവിക്കപ്പെട്ടവർ, കഷ്ടമനുഭവിക്കേണ്ടി വന്നവർ, കൊടിയ ദുഷ്ടരായി ജീവിച്ചിട്ടും സുഖമായി ജീവിച്ച് മരിച്ചവർ ഒക്കെയാണ് അവർ ഉദാഹരണമായി എടുക്കുന്നത്. ഈ ആയുസ് കൊണ്ട് ജീവിതം അവസാനിക്കുമെന്നും അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നു. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് പ്രകൃതിയിലാകട്ടെ മനുഷ്യജീവിതത്തിലാകട്ടെ, വെറും ഉദാഹരണങ്ങൾ പോലെ മാത്രമാണ്. പാപത്തിന് ഉടനടി ദൃശ്യമായ ശിക്ഷ ലഭിച്ചില്ലെന്ന് വരികിലും വിതയ്ക്കുന്നത് കൊയ്യുന്ന സാധാരണ കാര്യം പ്രവൃത്തികളുടെ വരാനിരിക്കുന്ന കൊയ്ത്തിനെ ഉറപ്പാക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആത്മാവിൻ്റെ ഫലവും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുൻപ് പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം അവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ജഡസ്വഭാവത്താൽ ഉണ്ടാകുന്ന പാപപ്രവൃത്തികൾക്ക് നിത്യനാശമെന്ന വിളവ് ഉറപ്പാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവർ നിത്യജീവൻ കൊയ്തെടുക്കും. ദൈവം നമ്മെ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ രക്ഷിച്ചത് നിത്യജീവൻ്റെ വിളവ് കൊയ്യാനാണ്. ഈ ലോകത്തിലെ വിളവല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ നന്മയ്ക്ക് തിന്മ പകരം ലഭിച്ചാലും തളരരുത്. ദൈവം അതിനുകൂടെ നിത്യമായ പ്രതിഫലമൊരുക്കി ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ ആനയിക്കും. വില കൊടുത്തതൊന്നും വെറുതെയല്ലെന്ന് അന്ന് നാം തിരിച്ചറിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.